എനിക്ക് എന്നെ നാടൻ മഞ്ഞ് കണ്ടിട്ട് പെർഫെക്ഷൻ എനിക്ക് എവിടെന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. കാരണം ചിലപ്പോഴൊക്കെ ഇങ്ങനെ ലേറ്റ് ആവുന്നതുകൊണ്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ പലതും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് പെർഫെക്റ്റ് ആയിട്ടില്ല. വാപ്പിച്ച് തയ്ക്കണ പോലെ ആരും തയ്ച്ച് ഞാൻ കണ്ടിട്ടുമില്ല. എന്റെ കല്യാണ ബ്ലൗസ് ഒക്കെ തയ്ച്ചത് നല്ല രസമായിട്ട് തയ്ച്ചു. അതിനൊക്കെ ഒന്നും പറയാൻ ഇത് തയ്ച്ചു കഴിഞ്ഞാൽ പിള്ളേരെ സിപ്പിട്ട് വെച്ചേക്കണ പോലെയാണ് ഇരിക്കണെന്ന് പറയും ബ്ലൗസ്. നമ്മൾ കുറെ എക്സ്പാൻഡ് ചെയ്ത് ചെയ്തു. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരിക്കലും നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇതൊക്കെ ബുട്ടിക് കോൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ ഫാബ്രിക്സ് ആണ്, അങ്ങനെയുള്ള കുറെ സൗകര്യങ്ങൾ കേരളത്തിന്റെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളാണ് അല്ലെ. അന്ന് ഇപ്പൊ ഫസ്റ്റ് പൊട്ടി കേരളത്തിലെ നമ്മുടെ അതേപോലെ ഈ ഡിസൈനിങ് സെക്ഷൻ അങ്ങനെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളാണ്. അല്ല എല്ലാം മറ്റ് ഇതിലെല്ലാം നോക്കിക്കഴിയുമ്പോ ഒരു ടോട്ടലി ഡിഫറെന്റ് ഇതാണ് നിങ്ങളുടെ. അത് പറയാതെ ഭയങ്കര ഒരു ഡിഫറെന്റ് ഇതാണ്. സാധാരണ ഇപ്പൊ എല്ലാരും ചെയ്യണത് ഇങ്ങനെ കുറെ അവിടെ നിന്ന് വരച്ച് ഇവിടെ നിന്ന് വരച്ചിട്ട് കുറെ അങ്ങനെ എഴുതി അങ്ങനെയല്ല. നിങ്ങളത് തന്നെ അത് ചെയ്യാനായിട്ട് നല്ലതായിട്ട് മെനക്കെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ശരിക്കും. വന്നു കഴിഞ്ഞാൽ പുള്ളി അത് കറക്റ്റായിട്ടൊക്കെ എടുത്ത് നമുക്ക് ഒരു റിപ്പയർ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. നമ്മള് കൊടുത്തൊക്കെ അത് തീർന്നെടുത്തോണ്ട് പോയാൽ മതി. പിന്നെ അങ്ങനത്തെ ഒരു റിപ്പയർ സംഗതിയൊന്നും ഞാനങ്ങനെ അവിടെ വന്നിട്ടില്ല അധികം. നിങ്ങൾ ഇത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതിൽ വന്നതെന്നുള്ളത് ഒരു ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് അവിടെ തന്നെ തയ്ക്കാൻ പറഞ്ഞ എന്താണെന്നറിയാമോ? അത് പെർഫെക്റ്റ് ആയിരിക്കും, നമുക്ക് ബോഡിക്ക് അങ്ങനെ ആയിരിക്കും. ആ സെയിം ഡ്രസ്സ് വേറെ എടുത്ത് കൊടുത്തൊരു വേറൊരു ഷേപ്പായിരിക്കും, അത് വേറെ ആളെ പോലെ ഇരിക്കും. നമ്മൾ നീലുവിന്റെ കല്യാണത്തിന്റെ അല്ലേ എല്ലാ ഡ്രസ്സും അവിടെ ആയിരുന്നാ ചെയ്തത്, എല്ലാം സൂപ്പറാ. അതിനൊരു കോംപ്രമൈസും ഇല്ല. നമുക്ക് വേറെ എവിടെ കൊടുത്താലും അങ്ങനെ തയ്ച്ച് കിട്ടുന്നില്ല. ചെറുതിലോട്ട് തയ്ച്ചിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പോലും ഇതുവരെ ഒരു സ്ഥലമില്ല, ഒരു ഡിസൈനർ സ്ഥലമില്ല ഈ കേരളത്തില്, ഒരു സ്ഥലമില്ല. അത് നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചിട്ട് ഇപ്പൊ വേറൊരു സ്ഥലത്ത് പോയാലും തയ്ച്ചു കിട്ടുമ്പോ ഭയങ്കര മോശമാവും. പക്ഷെ അവരെത്ര അതിനെ കിടന്ന് മരിച്ചാലും അത് നമുക്ക് നേരെ ആക്കി തരാനും പറ്റുന്നില്ല. അങ്ങനെ ഉണ്ട്. പിന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണ ഒരു ബൊട്ടിക്ക് ഈ എറണാകുളത്തും കേരളത്തിലും ഇല്ല എന്ന് തന്നെ പറയും. പിന്നെ അതുപോലെ തന്നെ ആ പ്രിൻസസ് കട്ട് പ്രോപ്പറായിട്ട് ഞാൻ പാരീസിലല്ലാതെ വേറെ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ പ്രിൻസസ് കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സിന് ഇപ്പൊ എന്റെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആ കറക്റ്റ് ബാക്കിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടാണ് ചെയ്യണത്. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രിൻസസ് പുറകിലൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കും ദേഹത്തുനിന്ന്. ഇങ്ങനെ തള്ളി പുറകിൽ നിൽക്കും. ഒരിക്കലും പ്രിൻസസ് കട്ട് മര്യാദക്ക് വേറെ ഒരു സ്ഥലത്തും തയ്ച്ചിട്ടില്ല. ഇപ്പൊ പിന്നെ എല്ലാരും തയ്ക്കണ വെറുതെ ലൈനാണല്ല, അങ്ങനെ തയ്ക്കുന്നല്ല. അതൊരു ബോഡി ഫിറ്റിനൊന്നും വരൂല്ല. അപ്പൊ ആ പ്രിൻസസ് കട്ട് പാരീസിലല്ലാതെ വേറെ ആർക്കെങ്കിലും അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് ഇതുവരെ തോന്നണില്ല. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പാരീസിന്റെ ബ്ലൗസ് അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു 10 പൈസ പറയും. അതൊരു ഭയങ്കര വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അങ്ങനെയാണ് ഞാൻ ഗിരിജനെ കൊണ്ടുവരുന്നത് ബ്ലൗസ് തയ്ക്കാൻ. കാരണം ഗിരിജ ഞാനും അപ്പൊ ഒരേ വെയിറ്റ് ആയിരുന്നു ഞങ്ങളുടെ. അപ്പൊ ചില സാരിയുടെ ഇതൊക്കെ എനിക്ക് ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ ഗിരിജ അത് എടുത്തോളാന്ന് പറയും. ഗിരിജ എന്റെ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ഗിരിജ ആകെ മാറും, വേറെ പോലെ ഇരിക്കും. അങ്ങനെയാണ് ഗിരിജ പറഞ്ഞാൽ നമുക്ക് എന്നാ പാരീസ് കൊണ്ട് തയ്ക്കാം. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് ഞാൻ സാരി കൊടുക്കുന്നത് റൈറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അപ്പൊ ഞാൻ അതിനു വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെ വാപ്പിച്ചയുടെ കാര്യം പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ബ്ലൗസൊക്കെ കൊടുത്ത് അത് തയ്ച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല. അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ബ്ലൗസിങ് എല്ലാവരും പറയാറുണ്ട് ഓരോ സ്ഥലത്ത് തയ്ച്ചു. എൻ്റെ ദൈവം എത്ര പ്രാവശ്യമായി കൊണ്ടുപോയി ഈ റിപ്പയർ ചെയ്യണമെന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷെ വാപ്പിച്ച് വെച്ചാൽ പെർഫെക്റ്റ്, ശരിക്കും സിപ്പിട്ട് വെച്ച പോലെയാണ് ബ്ലൗസ് ഇരിക്കുന്നത്. അതെല്ലാവരും എന്നോട് അന്ന് ചോദിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഞാൻ ബ്ലൗസ് തയ്ക്കാനൊക്കെ എൻ്റെ വെഡിങ്ങിൻ്റെ ബ്ലൗസ് എല്ലാം അവിടെ തന്നെ തയ്ച്ചത്. കോളേജിൽ പഠിക്കുമ്പോൾ ആണ് വാപ്പിച്ചിനെ ആദ്യമായിട്ട് കാണുന്നതും തയ്ക്കുന്നത്. അപ്പൊ എല്ലാരും പറയും പാരീസിന്റെ മോഡലാന്ന് പറയും. അന്നൊക്കെ
ഇങ്ങനെ എപ്പോഴും എല്ലാവരും ചോദിച്ചാലും ഇത് പാരീസ് തയ്ച്ചാൽ അങ്ങനെ പറയുമ്പോൾ പാരീസിന്റെ മോഡലാന്നൊക്കെ പറയും. അങ്ങനെ അത്രയും നല്ല പെർഫെക്റ്റ് ഡ്രസ്സായിരുന്നു. എല്ലാവരും ചോദിക്കുമായിരുന്നു ഡ്രസ്സ്. നീലുവിന്റെ എല്ലാ ഫംഗ്ഷനും ബ്ലൗസും എല്ലാം ബ്ലൗസൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. അവള് ഭയങ്കര മെല്ലിച്ചൊക്കെ ഇരുന്നോണ്ട് നല്ല രസമായിരുന്നു ബ്ലൗസ്. പിന്നെ ടീനോയുടെ ബ്ലൗസ് അവിടെ തന്നെ അയച്ചത്. ടീനോടെ കല്യാണത്തിന്റെ സാരിയുടെ ബ്ലൗസ് ഒരു റെഡിമെയ്ഡ് പോലത്തെ ഒരു സാരി അങ്ങനെ ഒരു ഡ്രസ്സ് പോലത്തെ ആയിരുന്നു. അപ്പൊ അതിന്റെ ബ്ലൗസ് അവരുടെ കട്ടിങ് ഒക്കെ ശരിയല്ല, അതായത് നിങ്ങൾ വേറെ തന്നെ എടുത്ത് തയ്ച്ച് അതിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ വെച്ച് പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഇത് കയ്യിലൊക്കെ വർക്ക് ചെയ്ത് നല്ല ഭംഗിയായിരുന്നു അത്. പിന്നെ സഞ്ജനയുടെ ഗൗണ് അവിടെ തന്നെ തയ്ച്ചത്, മോന്റെ അവിടെ തന്നെ തയ്ച്ചത്.